ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ടീ കാര്യങ്ങളൊക്കെ സ്കിപ്പായിരുന്നു. അങ്ങനെ ഒരു 2:30 ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി DRVയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് റൈസ് ഐറ്റം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്ത് വിത്തിൻ 5 മിനിറ്റ്സിൽ ഡെലിവറി വന്നു. പക്ഷേ എൻ്റെതല്ലാന്ന് മാത്രം കേട്ടോ. കൂടെ ഉണ്ടായിരുന്നവർ രണ്ടാളും കൂടിയിട്ട് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവർ ബിരിയാണി ഓക്കെയാണ്. ബട്ട് എനിക്ക് പുറത്തുനിന്ന് ഇപ്പോൾ എന്താ അറിയില്ല, ബിരിയാണി കഴിക്കാൻ തീരെ മൂടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ബിരിയാണി ഒഴിവാക്കിയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇതെത്താൻ വേണ്ടിയിട്ട്. സ്ട്രീറ്റ് നെയിം മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബിരിയാണി അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അത് കഴിച്ചിട്ടുള്ള എഫക്റ്റാണ് ഈ കാണുന്നത്. ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടാണ് ഇവളിത് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്കൊക്കെ എടുത്ത് പ്ലം കേക്കൊക്കെ കഴിച്ച് പിന്നെയാണ് ആ ബിരിയാണി ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി. ആ ചായ ഞാൻ MIDS തവാഫ് ചെയ്തിട്ടാണ് കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വൈഫൈ കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പണി ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പോയി. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ പിന്നെ എഗെയിൻ DRVയിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ഞങ്ങൾ നല്ലൊരു തട്ടുദോശ കഴിച്ചു. എന്താ അറിയില്ല, ഞങ്ങൾ പുതിയ സ്പോട്ട് തപ്പി എപ്പോൾ പോയാലും അവസാനം ഞങ്ങൾ എത്തിപ്പെടൽ DRVയിലേക്കായിരിക്കും. അങ്ങനെ ഇപ്രാവശ്യവും DRVയിൽ തന്നെ പോയി അവസാനം ഒരു കൽദോശയൊക്കെ കഴിച്ച് തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും വർക്കിരുന്നു. ഇത് അത്യാവശ്യം നല്ല വർക്കാണ്. കുറേ ഡാറ്റ എടുക്കണം, പിന്നെ ഡിലീറ്റ് ചെയ്യും, വീണ്ടും ഇറേസ് ചെയ്യും. അങ്ങനെ കുറച്ചധികം പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 9:20 ആകുമ്പോൾ ഞങ്ങൾ വീണ്ടും അടുത്തുള്ള ഒരു തട്ടുകടയിൽ പോയിട്ട് ഒരു കൊത്തു പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മളെ മുറ്റത്തെ ചാമ്പക്ക മരത്തിൽ ചാമ്പക്ക കണ്ടത്. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറി കുറച്ച് ചാമ്പക്കൊക്കെ വരച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.